ഇന്ന് നമ്മൾ വായിച്ചു കേട്ട എവൻഗേലിയോൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 21 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ആ ഭാഗത്ത് നിന്ന് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനായി ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ ഞായറാഴ്ച, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ 3-ാം ഞായറാഴ്ച നമ്മൾ പങ്കിടുന്ന ചിന്തകളാണ്. അതിൻ്റെ ആ ഭാഗം നമ്മൾ വായിച്ചു കേട്ടതുകൊണ്ട് തന്നെ 21-ാം അധ്യായം 4-ാമത്തെ വാക്യം മാത്രം നമുക്കിപ്പോൾ വായിക്കാം. 4-ാമത്തെ വാക്യം അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞിരുന്നില്ല. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞിരുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ സന്ധ്യയെങ്കിൽ നിന്നെ ആരാധിപ്പാനായി ഞങ്ങളെ വിളിച്ചു ചേർത്തതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഞങ്ങൾ ഇപ്പോൾ എന്തിനു കടന്നു വന്നിരിക്കുന്നു എന്ന് വ്യക്തമായി നിനക്ക് അറിയാമല്ലോ. പ്രത്യേകാൽ ഇന്നൊരുങ്ങി വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിന്റെ തിരുസന്നിധിയിൽ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വചനത്തിന് മുമ്പിൽ ദൈവമേ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിക്കുമാറാകണമേ. എൻ്റെ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തണമേ, ശക്തീകരിച്ചാട്ട്. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. പ്രാർത്ഥനകൾ കേൾക്കുമാറാകണമേ. ആമേൻ. 2004 ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു പാട്രിക് ജെ മെഗനിസ്. അദ്ദേഹത്തിൻ്റെ പഠന കാലഘട്ടങ്ങളിൽ എഴുതിയ ഒരു ആർട്ടിക്കിളിൽ ഒരു വാക്ക് പറയുന്നുണ്ട്. ഫോബോ എന്നാണ് ആ വാക്ക്. ഫോബോ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഫുള്ളായിട്ട് പറഞ്ഞാൽ ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻസ്. ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻസ്. അത് അർത്ഥമാക്കുന്നത് ഇങ്ങനെ അനേകം ഓപ്ഷൻസിൻ്റെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നാം ഇതിൽ ഏത് തിരഞ്ഞെടുക്കും എന്നതിൻ്റെ ഒരു ഭയപ്പാടാണ്. ഏത് ഓപ്ഷനാണ്, ഏതാണ് മികച്ചത്, ഏതാണ് എനിക്ക് മികച്ചതായി ഇരിക്കുന്നത്, അതിലേത് തിരഞ്ഞെടുക്കണം എന്നതുള്ളതിനെക്കുറിച്ചുള്ളൊരു ഭയപ്പാടാണ് ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻസ്. ഇതിലും മികച്ചത് എന്തെങ്കിലും ഇനിയും ഉണ്ടോ, അതുകൊണ്ട് ഞാനിത് തിരഞ്ഞെടുക്കണോ, അതോ ഇനിയും മികച്ചതിന് വേണ്ടി ഞാൻ കാത്തിരിക്കണമോ എന്നുള്ള ഒരു ചിന്ത. ഈ ചിന്ത 2004 ഉരുവായതൊന്നുമല്ല. ഇത് വേദപുസ്തക താളുകൾ നാം പരിശോധിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം ഇന്ന് കേട്ട ഭാഗത്ത് 21-ാം അധ്യായത്തിൽ ഇത് നമുക്ക് കൃത്യമായി വ്യക്തമായി കാണുവാൻ സാധിക്കും. ഇവിടെ ഇതാ എന്തൊക്കെയോ തേടുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരെ നമ്മൾ കാണുകയാണ്. ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻസ്. ഏറ്റവും മികച്ചതിനെ തേടുന്നതിനുള്ള ഭയം ഇവർ കാണിക്കുകയാണ്. ഈ കടലിൻ്റെ ആഴങ്ങളിൽ ഇവർ ചിലതിനെയൊക്കെ പരതുകയാണ്, തേടുകയാണ്. ഇവിടെ ശിഷ്യന്മാർ മികച്ചത് എന്ന് വിചാരിച്ചിരുന്ന ചിലതിനെ മാറ്റി നിർത്തി മറ്റ് മികച്ചതിന് വേണ്ടി പോകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തു കാണിച്ചു തന്ന ഒരു വഴിയുണ്ട്. 3.5 വർഷക്കാലം യേശു കർത്താവ് അവരുടെ കൂടെ നടന്ന് കാണിച്ചു തന്ന വഴി അവർക്ക് മികച്ചതായിരുന്നു. എന്നാൽ യേശു കർത്താവിൻ്റെ മരണശേഷം ആ വഴി മികച്ചതായി അവർക്ക് തോന്നാതെ മറ്റൊരു വഴി അവർ തിരഞ്ഞെടുക്കുകയാണ്. യേശു കർത്താവ് കാണിച്ചു തന്ന വഴിയേക്കാൾ മികച്ചത് ഈ തിബരിയാസിൻ്റെ കടലിൽ ഉണ്ട് എന്നവർ വിശ്വസിച്ച് പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പത്രോസിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, കർത്താവ് അവനെ ഏൽപ്പിച്ച ദൗത്യം മനുഷ്യരെ പിടിക്കുവാനായിരുന്നു. എന്നാൽ ഇപ്പോൾ പറയുകയാണ്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു. അവൻ്റെ വാക്ക് കേട്ട് കർത്താവിൻ്റെ 7 ശിഷ്യന്മാർ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, യെരുശലേമിൽ നിന്ന് തിബരിയാസിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു യാത്ര നടത്തുകയാണ്. നമ്മൾ യെരുശലേമിൽ നിന്ന് തിബരിയാസ് എന്നൊക്കെ പറയുമ്പോൾ അടുത്തുള്ള ഒരു സ്ഥലം എന്നൊക്കെ നമ്മൾ വിചാരിക്കാമെങ്കിലും ഇത് അടുത്തുള്ള ഒരു സ്ഥലമല്ല. ഇവർ ഏറ്റവും മികച്ചതിനെ കളഞ്ഞുകൊണ്ട് ചിലതിനെ തേടിപ്പോകുന്നത് യെരുശലേമിൽ നിന്ന് തിബരിയാസിൽ എന്ന് പറയുമ്പോൾ അത് 120 കിലോമീറ്ററുകളോളം ദൂരമുള്ള ഒരു സഞ്ചാരമാണ്. 120 കിലോമീറ്ററുകളോളം ദൂരം സഞ്ചരിച്ചുകൊണ്ട് ഇവർ പോവുകയാണ്. ചിലതിനെ തേടി കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഇവർ പോവുകയാണ്. എന്തിനെ ഉപേക്ഷിച്ച്
ഇവർ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നുവോ അതിനെ തന്നെ തിരഞ്ഞുകൊണ്ട് ഇവർ വീണ്ടും പോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ ശിഷ്യന്മാരെ കുറ്റം പറയുവാനല്ല, ഇവരെ കുറ്റം വിധിക്കുവാനല്ല, എന്നാൽ പലപ്പോഴും ഈ ശിഷ്യ സമൂഹത്തെ പോലെ, ഈ 7 പേരെ പോലെ നമ്മളും തിബരിയാസ് കടലിൻ്റെ ഓളങ്ങളിൽ അല്ലെങ്കിൽ തിബരിയാസ് കടലിൽ നാമും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഓപ്ഷൻസിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൽ ഏത് തിരഞ്ഞെടുക്കും, ഏതാണ് മികച്ചത് എന്നുള്ളതിൻ്റെ ഒരു കാലഘട്ടവും ചോദ്യവുമൊക്കെ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ, ചില നിരാശകളും വേദനകളും നമ്മുടെ മുമ്പിലുള്ളപ്പോൾ, ഇങ്ങനെ ഇളകി മറിയുന്ന ഒരു കടലിലാണ് നമ്മളായിരിക്കുന്നത്. ലോകമെന്ന് പറയുന്ന ഇളകി മറിയുന്ന തിരകളാൽ സമ്പന്നമായ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, കടലിൽ നിന്ന് ചില തീരങ്ങളിലേക്ക് നോക്കുവാനായി പറയുകയാണ്. കടലിൽ നിന്ന് തീരത്തേക്ക് സഞ്ചരിക്കുവാനായി കർത്താവ് ഇവിടെ പറയുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 3 ചിന്തകൾ പങ്കിടുവാനായാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, കൃപയുടെ തീരങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. കൃപയുടെ തീരങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട്. ടു ദ ഷോർസ് ഓഫ് ഗ്രേസ്, കൃപയുടെ തീരങ്ങളിലേക്ക്. ഇവിടെ ഇതാ കടലിൻ്റെ ആഴങ്ങളിൽ തപ്പുന്ന, മീൻ പിടിക്കുവാനായി ശ്രമിക്കുന്ന ശിഷ്യന്മാർ. ഒരു പക്ഷേ 3.5 വർഷക്കാലം കർത്താവിൻ്റെ കൂടെ നടന്നപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും രോഗസൗഖ്യം കണ്ടവരാണ്. പലരെയും കർത്താവ് തൊട്ട് സൗഖ്യമാക്കുന്നതും തൻ്റെ വാക്കുകൊണ്ട് സൗഖ്യമാക്കുന്നതുമെല്ലാം കണ്ട ഒരു ശിഷ്യ സമൂഹമാണ്. അത്ഭുതങ്ങൾ കണ്ടവരാണ്. എന്നാൽ അതിനിടയിൽ ഒരു ക്രൂശ് അനുഭവം വന്നപ്പോൾ, ഒരു കല്ലറയുടെ അനുഭവം വന്നപ്പോൾ, ചില ചിതറിയോട്ടങ്ങൾ വന്നപ്പോൾ ഇവർ മാറിപ്പോവുകയാണ്. ഇനി എന്താണ് ഇനിയും ഞങ്ങളുടെ മുമ്പിലുള്ളത്? പ്രിയമുള്ളവരെ, ചില ദിവസങ്ങൾക്ക് മുമ്പ് കർത്താവ് ഇവരുടെ മുമ്പിൽ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷനായതാണ്. ഇവരോട് പറഞ്ഞതാണ്, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. എന്നാലും ഒരു ഭയം അവരുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു സംഘർഷം ഇങ്ങനെ മനസ്സിൽ നിൽക്കുകയാണ്. ഇനിയും എന്ത്? കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ശരിയാണ്, ഇനിയും എന്ത്? വാട്ട് നെക്സ്റ്റ്? ഇനി വേറെ വഴിയില്ല. അതുകൊണ്ട് ഇനി മീൻ പിടിക്കാമെന്ന പത്രോസ് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ തിബരിയാസിൻ്റെ കടലിൽ നമ്മളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും വേദനയുടെ തിബരിയാസ് കടലിൽ നമ്മൾ സഞ്ചരിച്ചിട്ടില്ലേ? കണ്ണുനീരിൻ്റെ തിബരിയാസ് കടലിൽ നമ്മൾ സഞ്ചരിച്ചിട്ടില്ലേ? കാലങ്ങളായി ഒരു ജോലിക്ക് ശ്രമിക്കുമ്പോൾ അത് ആ ശ്രമം പരാജയപ്പെടുമ്പോൾ ഇതേ തിബരിയാസിൻ്റെ കടലിൽ നാം സഞ്ചരിച്ചിട്ടില്ലേ? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിലും യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ പോയി സെറ്റിലായി കഴിയുമ്പോൾ, ഈ നാട്ടിലായിരിക്കുമ്പോൾ, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഒറ്റപ്പെട്ട തിബരിയാസിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? തിബരിയാസിൻ്റെ കടലിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തീരത്തേക്ക് നോക്കേണ്ടതുണ്ട്. കർത്താവ് പറയുകയാണ്, തീരത്തേക്ക് വരിക എന്ന് പറയുകയാണ്. കർത്താവ് കടലിലേക്ക് വരുന്നില്ല. കർത്താവ് പകരം എന്താണ് ചെയ്യുന്നത്? കർത്താവ് അവരെ വെയിറ്റ് ചെയ്യുകയാണ്, കാത്തിരിക്കുകയാണ്. എന്നിട്ട് കർത്താവ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് ഒന്നേ ഉള്ളൂ, കുഞ്ഞുങ്ങളെ, മക്കളെ, ബി കാം ആൻഡ് ലുക്ക് അറ്റ് ദ ഷോർ. I am waiting for you at the shore with an answer. ഞാൻ നിങ്ങൾക്കുള്ള ഉത്തരവുമായി ഈ കടൽ തീരത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ കാണുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുകയാണ്. കടലിൽ നിന്ന് തീരത്തേക്ക് നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു പുസ്തകമാണ് ആരും കാണാത്ത യുദ്ധങ്ങൾ എന്ന് പറയുന്ന പുസ്തകം. ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ മനോഹരമായ ഒരു പുസ്തകമാണ് ആരും കാണാത്ത യുദ്ധങ്ങൾ. അനേകർ കടന്നു പോകുന്ന ചില സംഘർഷാവസ്ഥകളൊക്കെ, ഹൃദയത്തിൻ്റെ സംഘർഷാവസ്ഥകളൊക്കെ ഈ പുസ്തകത്തിൽ എഴുത്തുകാരൻ എഴുതി വയ്ക്കുന്നുണ്ട്. അവിടെ ലോകം കൈവിട്ടവർ എന്ന് പറയുന്ന ഒരു അധ്യായം നമുക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. ലോകം കൈവിട്ടവർ.
ഈ ലോകം കൈവിട്ടവർ എന്ന് പറയുന്ന അധ്യായത്തിൽ ജോസഫ് അന്നംകുട്ടി എഴുതുകയാണ്, ഒരു തരി സ്നേഹം തിരിച്ചു കിട്ടിയില്ലെങ്കിലും നീ അവർക്ക് വേണ്ടി ഉണ്ടാകണം. അദ്ദേഹം ഒരു അനുഭവം പങ്കുവച്ചതിന് ശേഷം എഴുതുകയാണ്, ഒരു തരി സ്നേഹം തിരിച്ചു കിട്ടിയില്ലെങ്കിലും നീ അവർക്ക് വേണ്ടി ഉണ്ടാകണം. പ്രിയമുള്ളവരെ, യേശു കർത്താവിൻ്റെ ജീവിതം ഒന്ന് പരിശോധിക്കുമ്പോൾ 3.5 വർഷക്കാലം തന്നോടൊപ്പം നടന്നവർ, താൻ ജീവൻ കൊടുത്ത് സ്നേഹിച്ചവർ, എന്നാൽ തന്നെ മാറ്റി നിർത്തി, താൻ കൊടുത്ത നിയോഗം മാറ്റി നിർത്തി ഇങ്ങനെ വല്ലാതെ കടൽ തീരത്ത് വെത്താതെ കടലിൻ്റെ തിബിരിയാസ് കടലിൽ സഞ്ചരിക്കുമ്പോൾ കർത്താവിന് സ്നേഹം തിരികെ ലഭിക്കുന്നില്ലെങ്കിലും കർത്താവ് ഈസ് വെയിറ്റിംഗ്. ജീസസ് ഈസ് വെയിറ്റിംഗ്. ഒരു തരി സ്നേഹം തിരിച്ചു കിട്ടിയില്ലെങ്കിലും നീ അവർക്ക് വേണ്ടി ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. ഒരു തരി സ്നേഹം തിരിച്ചു കിട്ടിയില്ലെങ്കിലും ചിലർക്ക് വേണ്ടിയെങ്കിലും ചില ഇടങ്ങളിലെങ്കിലും നിൽക്കുവാനായി നമുക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ ഉത്തരമുണ്ട്. രാത്രി മുഴുവൻ അധ്വാനിച്ചവരാണ്. രാത്രിയിലെ അധ്വാനത്തിന് ശേഷം നിരാശരായി ഇവർ ഈ തീരത്തേക്ക് വരുമ്പോൾ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആ രാത്രിയിൽ ഒന്നും പിടിക്കാതെ മടങ്ങുന്ന ശിഷ്യന്മാരെ ഇങ്ങനെ തീരത്തേക്ക് വരുമ്പോൾ ഇത്രത്തോളം കടലിനെയും കടലിൻ്റെ പശ്ചാത്തലവും ഒക്കെ അറിയാവുന്ന ഇവർക്ക് എന്തുകൊണ്ട് ഒന്നും ലഭിച്ചില്ല എന്നുള്ളത് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടതാണ്. എല്ലാമുണ്ട്, പടകുണ്ട്, വലയുണ്ട്, തങ്ങൾക്ക് ഇതെറിയുവാനുള്ള, വല വീശുവാനുള്ള കഴിവും പ്രാപ്തിയുമെല്ലാം ഉണ്ട്. എന്നാൽ എന്തുകൊണ്ട് മീൻ വലയിൽ കയറിയില്ല എന്നുള്ളതിനുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ, അവർ കൃപയുടെ തീരങ്ങളിലേക്ക് പോയില്ല. ദൈവിക കൃപയിൽ നിന്ന് എന്ന് നമ്മൾ അകലുന്നുവോ അന്ന് പരാജയങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ദൈവിക കൃപയിൽ നിന്ന് അകന്ന് സഞ്ചരിക്കരുത് എന്ന് ഈ വേദഭാഗം നമ്മളോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ദൈവകൃപയില്ലാതെ നാം നടത്തുന്ന സകലവിധ പരിശ്രമങ്ങളും ഒരിക്കൽ പരാജയപ്പെടുക തന്നെ ചെയ്യും. അത് ചിലപ്പോൾ ചില സമയങ്ങളിൽ വിജയം തന്നുവെന്ന് നമ്മൾ വിശ്വസിക്കാമെങ്കിലും അത് ആത്യന്തികമായി പരാജയത്തിലേക്ക് തന്നെ നമ്മളെ നയിക്കുമെന്ന് പറയുകയാണ്. നാം പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഇത് എൻ്റെ സമ്പത്ത് കൊണ്ട് ഞാൻ പണിതതാണ്, എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നിർമ്മിച്ചതാണ് എന്നൊക്കെ പറയാറുണ്ട്. ഒരുപക്ഷെ ഈ ദേവാലയം ഇന്ന് നമ്മൾ റെനോവേഷൻ എല്ലാം കഴിഞ്ഞ് നല്ല മനോഹരമായിരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇത് ഇടവക ജനങ്ങളുടെ കഴിവ് കൊണ്ട് ആണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നോ, ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് ഗോഡ്സ് ഗ്രേസ്. ദൈവിക കൃപയാണ്. എവറിത്തിങ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് ഗോഡ്സ് ഗ്രേസ്. ദൈവിക കൃപ കാരണമാണ്. ദൈവത്തിൻ്റെ കൃപയില്ലാതെ ഇതൊന്നും സാധിക്കുകയില്ല എന്ന് പറയുകയാണ്. ഞാനിന്ന് ഇവിടെ ആയിരിക്കുന്നതും നിങ്ങളിന്ന് ഇവിടെ ആയിരിക്കുന്നതും ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഇന്ന് വിശുദ്ധ കുർബാന വിശുദ്ധ മേശയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ പരാജയങ്ങൾ സംഭവിച്ചേക്കാം, ഒരു പക്ഷേ വേദനകളും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും ഒക്കെ സംഭവിച്ചേക്കാം. എന്നാൽ ഈ ദൈവീക കൃപയുടെ തീരത്തേക്ക് നിങ്ങൾ വരുവാനായി തയ്യാറാകുന്നുവെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സഹായ ഹസ്തം നീട്ടിക്കൊണ്ട് അവൻ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്ലീസ് ലുക്ക് അറ്റ് ദ ഷോർ ഓഫ് ഗ്രേസ്. രണ്ടാമതായി ഈ ഭാഗം നമ്മളോട് പറയുകയാണ്, തിരിച്ചറിവിൻ്റെ ചില തീരങ്ങളിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. കടലിൽ ഇങ്ങനെ, തിബരിയാസിൻ്റെ കടലിൽ ഇങ്ങനെ പതറി നിന്നാൽ പോലെ തിരിച്ചറിവിൻ്റെ ചില തീരങ്ങളിലേക്ക് നാം സഞ്ചരിക്കേണ്ടതുണ്ട്. രാത്രിയിൽ ഒന്നും ലഭിക്കാതെ പോകുമ്പോൾ, ഇങ്ങനെ ലഭിക്കാതെ കടലിൽ നിന്നപ്പോൾ ഈ വേദപുസ്തക ഭാഗം നമ്മളോട് പറയുന്നു, ഇവർക്ക് കർത്താവിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. കർത്താവിനെ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നുണ്ടെങ്കിലും, എന്നാൽ കുറച്ചുകൂടെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇവർ കർത്താവിനെ തിരിച്ചറിയുന്നുണ്ട്. കർത്താവാകുന്നു എന്നുള്ളത് കൊണ്ട് ഇവർ ഒന്നും ചോദിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഇവർ കർത്താവിനെ തിരിച്ചറിയുന്നുണ്ട്. അതായത്
കടലിൽ നിന്ന് എപ്പോൾ ഇവർ തീരത്തേക്ക് അടുക്കുവാനായി ശ്രമിക്കുന്നുവോ അപ്പോൾ ഇവർ കർത്താവിനെ തിരിച്ച് അറിയുകയാണ്. ഇത്രയും നേരം കടലിൽ അധ്വാനിച്ചവരാണ്. എന്നാൽ അവർ കടലിൽ നിന്നും കർത്താവിൽ നിന്നും 200 മുഴം ദൂരം ആയിരിക്കുമ്പോൾ, ആ വേദപുസ്തക ഭാഗം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. 200 മുഴം എന്ന് പറയുന്നുണ്ട്. വളരെ ചെറിയ ദൂരമാണത്. 200 മുഴം ദൂരത്ത് നിന്ന്, അതായത് കരയ്ക്ക് അടുത്തു വെച്ച് കർത്താവ് പറയുകയാണ്, നിങ്ങൾ വലതുവശത്തേക്ക് വലയെറിയുക, വലതുവശത്തേക്ക് വലയെറിയുക എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, കടലിൻ്റെ ആഴങ്ങളിൽ കാണുന്ന മത്സ്യസമ്പത്ത് അവർക്ക് ഈ രാത്രിയുടെ അധ്വാനത്തിൽ ഒന്നും ലഭിച്ചില്ല. എന്നാൽ കർത്താവ് പറയുകയാണ്, ഇനിയും നിങ്ങൾ ഇത്രയും നേരം കടലിൻ്റെ ആഴങ്ങളിൽ ഇങ്ങനെ തപ്പിയില്ലേ, എന്നാൽ നിങ്ങൾ കരയുടെ തീരത്ത് ഒന്ന് തപ്പാനായി തയ്യാറാവൂ. വല വീശുക വലതുവശത്തേക്ക്. കടലിലല്ല, കടലിനോടും തീരത്തോടും ചേർന്ന ഭാഗത്ത് വല വീശുക. അവർ വിശ്വസിച്ചു, വല വീശി 153 മീനുകൾ അവർക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, അത് അർത്ഥമാക്കുന്നത് കരയോട് ചേർന്ന്, ആ തീരത്തോട് ചേർന്ന് കടലിൽ ഈ 153 മീൻ നിൽക്കാൻ കാരണം യജമാനൻ കരയിൽ നിൽക്കുകയാണ്, കർത്താവ് കരയിൽ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി ആയുസ് വേർതിരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ മാമോദീസ ശുശ്രൂഷയിലൂടെ കർത്താവിന് വേണ്ടി ജീവിക്കാമെന്ന് നമ്മൾ പറഞ്ഞവരാണ്. വിശുദ്ധ കുർബാന ശുശ്രൂഷയിലൂടെ നമ്മൾ ഒരു പടി കൂടെ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. കർത്താവിൻ്റെ മേശയുടെ ഭാഗമാകുന്നതിലൂടെ പൂർണ്ണമായും ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: പൂർണ്ണമായും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുവാനായിട്ട് തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്ത്, നമ്മുടെ ചില ചിന്താഗതികൾക്ക് അപ്പുറത്ത് നമ്മെ നടത്തുവാൻ അവൻ മതിയായവനാണ്, നമ്മെ നടത്തുവാൻ അവൻ മതിയായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ നടത്തുവാൻ അവൻ മതിയായവനാണ്. കരയോട് അടുത്തപ്പോൾ നാം വായിക്കുന്നു, അത് കർത്താവാകുന്നു എന്ന് അവർ പറഞ്ഞു. ചില തിരിച്ചറിവിൻ്റെ തീരങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കടലിൽ തപ്പുന്നവരാണ്. കർത്താവിനെ തിരിച്ചറിയാതെ നമ്മളിങ്ങനെ കടലിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിനെ തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന പല മത്സരങ്ങളും ഒഴിവാക്കാമായിരുന്നു. അവൻ ആരാണെന്ന് കൃത്യമായി അറിഞ്ഞിരുന്നുവെങ്കിൽ മറ്റുള്ളവരോട് പകയും പിണക്കവും വിദ്വേഷവും വെച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ വന്ന് പങ്കുചേരുകയില്ലായിരുന്നു. അവൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടായേനെ. അവൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ തമ്മിൽ കരുതലുണ്ടായേനെ. അവൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ കർത്താവ് പറഞ്ഞതുപോലെ ശത്രുവിനെയും സ്നേഹിക്കുവാൻ നാം തയ്യാറായേനെ. അവൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ സഭയെയും ദൈവജനത്തെയും പീഡിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് കൂട്ടുകൂടുവാൻ നാം തയ്യാറാവുകയില്ലായിരുന്നു. ഒരിക്കൽ കൂടി അത് പറഞ്ഞുകൊള്ളട്ടെ, കർത്താവ് ആരാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ സഭയെയും ദൈവജനത്തെയും വെല്ലുവിളിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും രാഷ്ട്രീയ ശക്തികളോടും നാം കൂട്ടുകൂടുകയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, നാം നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഈ കാലയളവിൽ ജീവിക്കുമ്പോൾ കർത്താവിനെ എത്രത്തോളം തിരിച്ചറിയുവാനായി സാധിക്കുന്നുണ്ട്? കർത്താവിനെ, തിരുസഭയെ തകർക്കുവാനായി ശ്രമിക്കുന്ന ശക്തികളോടുകൂടെയാണോ നമ്മുടെ കൂട്ടായ്മ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതുണ്ട്. എങ്കിൽ അവരോട് കൂടെയാണ് നമ്മുടെ കൂട്ടായ്മയെങ്കിൽ നമ്മൾ കടലിൽ ഇങ്ങനെ തപ്പുകയാണ്, കർത്താവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല, കടലിൽ തപ്പിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തിരികെ ആ തീരത്തേക്ക് വരുവാനായി കർത്താവ് നിങ്ങളോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇന്ന് ഈ വിശുദ്ധ തിരുമേശയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതൊരു വലിയ വിളിയാണ്. കർത്താവിൻ്റെ തിരുമേശയിലൂടെ കർത്താവിനെ നിങ്ങൾ അനുഭവിക്കുകയാണ്. വിശുദ്ധ അപ്പവും വീഞ്ഞും നിങ്ങൾക്ക് തരുമ്പോൾ, കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ കർത്താവിനെ അനുഭവിക്കുകയാണ്.
പ്രിയമുള്ളവരെ, മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഇത് കടലിൽ തപ്പുവാനല്ല, തീരത്തേക്ക് ഇറങ്ങണമെന്ന് പറയുമ്പോൾ ആ തീരത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇവർ തീരത്തേക്ക് എത്തിയപ്പോൾ, അധ്വാനമെല്ലാം കഴിഞ്ഞ് തീരത്തേക്ക് എത്തിയപ്പോൾ അവിടെ 3 കാര്യങ്ങൾ അവർ കാണുന്നുണ്ട്. തീക്കനൽ, അപ്പം, മീന്. ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന, പ്രാതൽ തയ്യാറാക്കിയിരിക്കുന്ന കർത്താവിനെ കാണുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ വന്ന് കഴിച്ചുകൊള്ളുവീൻ എന്ന് പറയുമ്പോൾ, ഭക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറയുമ്പോൾ സ്നേഹവിരുന്നിൻ്റെ തീരങ്ങൾ ഇന്ന് നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. സ്നേഹവിരുന്നിൻ്റെ ചില തീരങ്ങൾ ഇന്ന് സൃഷ്ടിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ VBS കഴിഞ്ഞു കാണുമോ? കഴിഞ്ഞു. അപ്പോൾ നമ്മളെ ഒരു ദിവസം സ്നേഹവിരുന്നിന് വേണ്ടി വേർതിരിക്കാറുണ്ട് അല്ലേ? സ്നേഹവിരുന്നിന് വേണ്ടി വേർതിരിക്കാറുണ്ട്. നമ്മൾ എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്ത് എല്ലാവരുടെയും പാത്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാവരുടെയും ഇലപ്പൊതികളിൽ നിന്നും ഷെയർ ചെയ്ത് നമ്മൾ കഴിക്കാറുണ്ട്. ഇവിടെ ഇതാ കർത്താവ് ഒരു സ്നേഹവിരുന്ന് ആ കടൽ തീരത്ത് ഒരുക്കുകയാണ്. സ്നേഹവിരുന്നിൻ്റെ തീരങ്ങൾ. പ്രിയമുള്ളവരെ, ഇന്ന് സഭയിൽ നിന്നും നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ നിന്നുമെല്ലാം ഈ സ്നേഹവിരുന്നിൻ്റെ തീരങ്ങൾ അങ്ങ് മാറിപ്പോവുകയാണ്. ഇന്ന് സ്നേഹവിരുന്ന് അനുഭവിക്കുവാൻ നമുക്ക് തന്നെ തയ്യാറാവുന്നില്ല. പ്രിയമുള്ളവരെ, ഒരു ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവ് കൃത്യമായി ഇവിടെ എന്താണ് ഒരുക്കിയത്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കർത്താവ് ഇവിടെ എന്താണ് ഒരുക്കിയത്? തളർന്നു വരുന്ന തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് ഇവിടെ ഒരുക്കുന്നത് ഫിഷ് ബാർബിക്യൂ ആണ് അല്ലേ? നിങ്ങൾ ആ വേദപുസ്തക ഭാഗം നോക്കണം. കനലിൽ ചുട്ട അപ്പവും മീനും, ഫിഷ് ബാർബിക്യൂ ഒരുക്കി കർത്താവ് ഇവരെ ആ സ്നേഹവിരുന്നിൻ്റെ പങ്കാളിയാവുകയാണ്. ഇതിനൊരർത്ഥമുണ്ട്. ഒരു രാത്രിയിൽ അധികം നാളുകൾക്ക് മുമ്പല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ ഇവർ ഒരു കൂട്ടായ്മയിലായിരുന്നു, ഒരു ഭക്ഷണ കൂട്ടായ്മയിലായിരുന്നു. ആ ഭക്ഷണ കൂട്ടായ്മയിൽ നിന്ന് ഇവർ പുറത്തു പോയപ്പോൾ ഇവർ ചിതറിയോടി. ഒരു രാത്രിയിലെ ഭക്ഷണ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോയപ്പോൾ ഈ ശിഷ്യന്മാർ പുറത്ത് ചിതറി ഓടിയെങ്കിൽ ഇവിടെ ഇതാ കർത്താവ് ആ ഇരുളിൻ്റെ അനുഭവത്തിൽ നിന്ന് പ്രഭാതത്തിൽ വന്ന് ഇവരെ വിളിക്കുകയാണ്. മക്കളെ, വെളിച്ചം വീണിരിക്കുന്നു, നിങ്ങൾ വരിക, ഒരിക്കൽ കൂടി ഈ കൂട്ടായ്മയുടെ ഭാഗമാകുക. 7 പേരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അന്ന് ഇരുട്ടിൽ നിങ്ങൾ തപ്പി കടലിലേക്ക് പോയെങ്കിൽ ഇവിടെ ഇതാ പ്രഭാതത്തിൽ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്, നിങ്ങൾ വീണ്ടും വരിക എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, മുമ്പേ പരിചയപ്പെടുത്തിയ ഒരു പുസ്തകമുണ്ടല്ലോ, ആരും കാണാത്ത യുദ്ധങ്ങൾ, ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ. അവിടെ ഒരു ചോദ്യം കൂടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സ്നേഹത്തെ പ്രതി നിങ്ങൾ എത്ര ദൂരം സഞ്ചരിക്കും? സ്നേഹത്തെ പ്രതി നിങ്ങൾ എത്ര ദൂരം സഞ്ചരിക്കും? ഹൗ ഫാർ വിൽ യു ഗോ ഫോർ ലവ്? പ്രിയമുള്ളവരെ, കർത്താവ് ആ സഞ്ചാരം നമ്മളോട് പറയുന്നുണ്ട്. അങ്ങ് ഗോൽഗോത്ത വരെ, അങ്ങ് കാൽവറി വരെ ഞാൻ സഞ്ചരിക്കാൻ തയ്യാറാണ്. നമുക്ക് സഞ്ചരിക്കാൻ നാം തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ടാണ് ഇന്ന് 1-ാം പാഠഭാഗം നമ്മൾ വായിച്ചു. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിച്ചു. ആ ഭാഗം അവസാനിക്കുന്നത് ദൂതൻ ഏലിയാവിനോട് പറയുകയാണ്, നീ ഭക്ഷിച്ച് ബലം പ്രാപിച്ച് നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട് എന്നുള്ളത് കൊണ്ട് നീ ഭക്ഷിക്കുവാൻ തയ്യാറാവുക. പ്രിയമുള്ളവരെ, ഇത് നമ്മളോടുള്ള വിളിയാണ്, നമുക്കുള്ള ഒരു നിയോഗമാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ വിശുദ്ധ കുർബാനയുടെ ഭാഗമാകുമ്പോൾ നിങ്ങൾക്കും ഒരു ദൂരയാത്ര ചെയ്യാനുണ്ട്. കർത്താവിനായി ഒരു ദൂരയാത്ര ചെയ്യുവാനായി നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. ആ ദൈവരാജ്യത്തിൻ്റെ സ്നേഹവിരുന്നിൻ്റെ പങ്കാളിയാകുവാനായി, കർത്താവ് സ്വർഗത്തിൽ ഒരുക്കുന്ന സ്നേഹവിരുന്നിൻ്റെ ദൈവരാജ്യത്തിൻ്റെ പങ്കാളിയാകുവാനായി നമുക്കും ഒരു ദൂരയാത്ര ചെയ്യാനുണ്ട് എന്ന് ഈ വേദഭാഗം നമ്മളോട് പറയുകയാണ്. അതുകൊണ്ടാണ് 2-ാം പാഠഭാഗം നമ്മൾ വായിച്ചു. എങ്ങനെയാണ്? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ദൈവരാജ്യത്തിൻ്റെ സ്നേഹവിരുന്നിൻ്റെ അനുഭവം. പ്രിയമുള്ളവരെ, ഈ ശിഷ്യന്മാർ തിബരിയാസിൻ്റെ തീരത്ത് ആ സ്നേഹവിരുന്നിൽ പങ്കാളികളായിട്ട് അവിടെ അവസാനിക്കുന്നില്ല. അവർ കർത്താവിനോട് കൂടെ ദൂരയാത്ര ചെയ്യുകയാണ്. പ്രിയമുള്ളവർ, ഇത് നമുക്കുള്ള വിളിയാണ്.
ദൂരയാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ കർത്താവിന് വേണ്ടി? ലോകം കൈവിട്ട ചില മനുഷ്യരുണ്ട്. ശിഷ്യന്മാരെ എല്ലാവരും ചിതറിയോടി എല്ലാത്തരം വിഭാഗങ്ങളും കൈവിട്ടവരാണ്. ഇവരെ കൂടെ ചേർത്ത് നിർത്തുവാനായി അരുമനാഥൻ ആ തിബരിയാസിൻ്റെ തീരത്ത് വന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ലോകം കൈവിട്ട ചില മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരെയൊക്കെ ഒന്ന് ചേർത്ത് ഈ ദൈവരാജ്യ സ്നേഹ വിരുന്നിൻ്റെ ഭാഗമാകുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 3 ചിന്തകളാണ് നിങ്ങളോട് പങ്കുവെച്ചത്. ഒന്ന്, നമ്മുടെ യാത്ര കൃപയുടെ തീരത്തേക്കായിക്കൊള്ളട്ടെ. രണ്ടാമതായി, നമ്മുടെ യാത്രകൾ തിരിച്ചറിവിൻ്റെ തീരങ്ങൾ തേടിയുള്ളതാകട്ടെ. മൂന്നാമതായി, നമ്മുടെ യാത്ര സ്നേഹവിരുന്നിൻ്റെ തീരത്ത് ചെന്ന് നമ്മളെ എത്തിക്കുമാറാകട്ടെ. നമുക്ക് തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയുടെ തീരങ്ങളിലേക്ക് അനുദിനം ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്നെ തിരിച്ചറിയുവാനുള്ള ദർശനം ഈ നാളുകളിൽ ഞങ്ങൾക്ക് ഏകുമാറാകണമേ. ദൈവരാജ്യത്തിൻ്റെ സ്നേഹവിരുന്നിൽ ഞങ്ങളെ ഓരോരുത്തരെയും പങ്കാളികളാക്കി തീർക്കുമാറാകണമേ. ഹൃദയാൽ വചനം കേട്ട നിൻ്റെ മക്കളെ ഏവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്കായി ഒരുങ്ങി വന്നിരിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ട്, വഴി നടത്തിയാട്ട്, ഇടവയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. പ്രാർത്ഥനകൾ കേൾക്കുമാറാകണമേ. ആമേൻ.